മെട്രോയിൽ കയറിയേ. ഇതാണ് ഗൈസ് അണ്ടർവെയർ. നമ്മൾ നിൽക്കുന്നത് സെക്കൻഡ് ഫ്ലോറിലാണ്. നമ്മൾ കമ്മല് വാങ്ങാൻ കയറിയതാണ്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരെ ഒരുമിച്ച് കണ്ടിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി, കുറച്ച് വീഡിയോസായി. അപ്പോൾ നമ്മൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് വരെ പോവാണ്. അപ്പോൾ അവിടെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കാടുകുടി മെട്രോയിലാണ് പോകുന്നത്. ഇവിടുന്ന് നമ്മൾ MG റോഡിലേക്ക് ടിക്കറ്റ് എടുക്കും. അപ്പോൾ നമുക്ക് പോവാം. ചേച്ചി ഇതാ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ നിൽക്കുകയാണ്. നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടില്ല, കാരണം നമുക്കിങ്ങനെ ഒരു പാസ് ഉണ്ട്. അങ്ങനെ ഒരു പാസ് ഉണ്ട്, മെട്രോ കാർഡാണിത്. ഇത് എടുത്താൽ നമുക്കിത് ജസ്റ്റ് റീചാർജ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിലുള്ള എമൗണ്ട് അനുസരിച്ച് നമുക്ക് ട്രാവൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മെട്രോൻ്റെ ഒരു ആപ്പ് ഉണ്ട്, നമ്മുടെ അതിൻ്റെ QR കോഡ് ഉണ്ട്. അത് ആപ്പല്ലേ, നമ്മ മെട്രോ ആപ്പ് ഉണ്ട്. അതിൽ നമുക്ക് ഇതേപോലെ റീചാർജ് ചെയ്താൽ നമുക്ക് പാസ് കിട്ടും. ഇതാണ് നമ്മൾ മെട്രോയിൽ കയറിയേ. ബൈ. നമ്മൾ മെട്രോ ഇറങ്ങി നടക്കുകയാണ്. നടന്ന് MG റോഡ് ഇറങ്ങി MG റോഡ് ഇറങ്ങിയിട്ട് നമ്മളിത് നടന്നിട്ടാണെങ്കിലും പോവാം, വേണമെങ്കിൽ ഓട്ടോയ്ക്കും പോവാം. നമ്മളെങ്ങനെ പോവാൻ തീരുമാനിച്ചിട്ടില്ല. ഇതാണ് MG റോഡ്. നമ്മളെ ബാക്കിൽ കാണുന്നത് മൊത്തമാണ് MG റോഡ്. ഇത് ബാംഗ്ലൂരിലെ മോസ്റ്റ് ഹാപ്പനിങ് പ്ലേസ് എന്ന് പറയുന്ന ഒരു പ്ലേസാണ് MG റോഡ്. അതായത് പബ്ബ്, പാർട്ടി, അങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു വൈബാണിത്. ഇത് ബാക്ക് ഫുൾ. ഇതിൻ്റെ അപ്പുറം, അതായത് ഓപ്പോസിറ്റ് സൈഡാണ് നമ്മുടെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്. അങ്ങനെ ഞങ്ങൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലെത്തി. അങ്ങോട്ട് നടക്കുമ്പോഴാണ് ഇതിപ്പോൾ നമ്മളുള്ളത് കുറച്ചൊരു സ്റ്റാർട്ടിങ്ങിലാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഷോപ്പ്, അതായത് ബ്രാൻഡഡ് ഷോപ്സ് ഉള്ള ഒരു പ്ലേസാണിത്. ഇത് നമുക്ക് പക്ക ലോക്കലായിട്ടുള്ളത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. ലൈറ്റ് ഇടുന്നുണ്ട് രാത്രി. ഇതൊക്കെയാണ് നമ്മുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഏരിയ. ഇവിടെ ചപ്പലിൻ്റെ സെക്ഷൻ, ഡ്രസ്സിൻ്റെ ഉണ്ട്. ഇവിടെ എന്താ ടോയ്സ്, ലോഞ്ചറീസ്. ഇവിടെ പിന്നെയും നമ്മളൊരു നല്ല കട തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഞാൻ വന്നിട്ട് കുറേ ആയി, ചേച്ചി വന്നിട്ടും കുറേ ആയി. അപ്പോൾ ഇത് റോഡൊക്കെ എന്തൊക്കെയോ പൊളിച്ചൊക്കെ ഇട്ടിരിക്കണം. നമുക്ക് എന്തായാലും മുന്നോട്ട് നടന്നു നോക്കാം. ചെരുപ്പിന് വേണ്ടി മാത്രമായിട്ടൊരു ഏരിയ. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പ്രശ്നമല്ല കേട്ടോ, നമ്മൾ അങ്ങോട്ട് തട്ടിയാലും ഇങ്ങോട്ട് തട്ടിയാലും മലയാളീസാണ്. വ്ളോഗ് ചെയ്യുമ്പോൾ അവർ തിരിച്ച് നോക്കുക. ബ്രൈഡലിന് വേണ്ടിയിട്ട് അപ്പൊ നമുക്കിതാ ഈ പറയണ കടയിൽ കയറാം. എന്താ നമ്മളിപ്പോൾ ഒരു കടയിൽ കയറി. ഫുൾ ലേഡീസിന് മാത്രമായിട്ട് കുറേ ടോപ്സും കാര്യങ്ങളൊക്കെ. Next shop. Okay. This is chicken curry kurtis. These all are chicken curry kurtis. ഇത് റെഡിമെയ്ഡ് അല്ല, മെറ്റീരിയൽ ആയിരുന്നെങ്കിൽ നമ്മുടെ അളവിന് തയ്ക്കാം. ഈ ബ്ലാക്ക്, മെറൂൺ. ബ്ലാക്ക് എനിക്കുണ്ട്, മെറൂൺ, ഓറഞ്ച്, പച്ച, അതൊക്കെ വേണ്ട. എനിക്ക് അതിനെക്കാട്ടി ഇത് ഇഷ്ടപ്പെട്ടു. സ്കിൻ കളർ. ഇവിടെ നിറയെ കുർത്തീസ് ഉണ്ട്.
റേറ്റും കാര്യങ്ങളൊന്നും നമുക്ക് അറിഞ്ഞൂടാ, ചോദിക്കാൻ വേണം. 1095. നമ്മൾ ഈ കടയിൽ നിന്ന് ഒന്നും എടുക്കാതെ ഇറങ്ങിയാണ്. ഇഷ്ടംപോലെ കട ഉണ്ടല്ലോ നമുക്ക് അവിടെ. ഇതിന്റെ ഇടയിൽ കൂടെ കാറ് കൊണ്ടുവരുന്നവരെ സമ്മതിക്കണം അല്ലേ? ഇതിന്റെ ഇടയിൽ കൂടെ കാറ് കൊണ്ടുവരും. അത് XUV 700. അവിടെ ഒരു കടയുണ്ട്. ഇവിടെ ബ്രൈഡൽ വെയർസ് ആണ് കൂടുതൽ. അപ്പൊ നമ്മൾ വേറെ ചിക്കൻ കറി കട കണ്ടു, അവിടെ പോയി നോക്കാം. ഇത് മുകളിലാണ് തോന്നുന്നു. ഈ സൈഡ് ആ സൈഡ് നമ്മൾ ചിക്കൻ കറി കുത്തെടുക്കാൻ പോകും. നമുക്ക് നോക്കാം അവിടെ കിട്ടുമോ. നമ്മുടെ ആക്സസറീസും ഉണ്ട് കേട്ടോ നല്ലപോലെ ഈ ഒരു കടയിൽ. ഫുൾ മെറ്റീരിയൽ ആയിട്ടുണ്ട് കേട്ടോ. ഇത് ചിക്കൻ കറി തന്നെ നല്ല ഗ്ലാസ് വർക്ക് വന്നിട്ടുള്ളത്. ഇത് എംബ്രോയിഡറി മാത്രം. ഇത് ചെറിയ ടോപ്പില്ലേ, ഷോർട്ടായിട്ട് ടോപ്പ്. അത് 2250. ഈ ടോപ്പ് മാത്രം. ടോപ്പ് മാത്രമോ? വിത്ത് ലൈനിങ് ഇന്നർ ഉണ്ടല്ലോ, ഇതും കൂടെ. ഞാനത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയത് 1000 ആ ഒരു റേഞ്ചിൽ വിത്ത് इनर है इसका पास। इनर है सेम कलर का, आपको 1100 पड़ेगा। और ये क्या है? ये दोनों मिलकर 1100। ये सिर्फ ये 800, 850 डिस्काउंट करके देती हूँ। डिस्काउंट करके हाउ मच डिस्काउंट? कितने पीस चाहिए मैम आपको? एक पीस में कितना डिस्काउंट मिलेगा? അപ്പോൾ ഇവിടെ അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. ഒരു ബാർഗെയിൻ ചെയ്യാനൊന്നും നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ വലിയ അറിവില്ല. അവസാനം അവർ ആഫ്റ്റർ ഡിസ്കൗണ്ട് 950 എന്നൊക്കെ പറയേണ്ടതാ ആ കണ്ണ് ചിക്കൻ കറി. നമ്മൾ ഈ കടയിൽ നിന്നും ഒന്നും വാങ്ങാതെ നടക്കുകയാണ് ഗൈസ്. നമ്മൾ വാങ്ങിക്കും, പക്ഷേ വാങ്ങിക്കും. എവിടെയാണ് ഡിസ്കൗണ്ട് കട നോക്കിയിട്ട് അവസാനം വാങ്ങിക്കാം. അതാണല്ലോ മലയാളീസിന്റെ ഒരു സ്റ്റൈൽ. ആദ്യത്തെ കടയിലൊന്നും കയറില്ല, എന്നിട്ട് അവസാനം ഇതിൽ ഇരട്ടി പൈസ കൊടുത്തിട്ട് എല്ലാവരും അണ്ടർവേൾഡ് എന്ന് കേട്ടിട്ടില്ലേ? നിങ്ങൾ അണ്ടർവെയർ വേൾഡ് കേട്ടിട്ടില്ലല്ലോ. വേൾഡ് കാണിച്ചു തരാം. ഇപ്പൊ കാണിച്ചു. ഇതാണ് ഗൈസ് അണ്ടർവെയർ. അപ്പൊ നമ്മളൊരു മെറ്റീരിയലിന്റെ ഷോപ്പ് കണ്ടു. ഇവിടെ കയറി നോക്കാം. പല വെറൈറ്റി മെറ്റീരിയൽസ്, അടിപൊളി മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ. ഇതെല്ലാം ചിക്കൻ കറി മെറ്റീരിയൽസ് ആണ്. മീറ്റർ 450. അത് പക്ഷേ ഇനി വില പേശുമ്പോൾ കുറയുമായിരിക്കും. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇത് സീക്വൻസ് വന്നിട്ടുള്ളത്. ഇത് ഡയബിൾ ആണ് തോന്നുന്നു ഈ വൈറ്റ് കണ്ടിട്ട്. ഇവിടെ കോട്ടൻ്റെ ഉണ്ട്. നമ്മുടെ ബാക്കിൽ ഫുള്ള് മെറ്റീരിയൽസ് ആണ്. ഇത് അവിടെയൊക്കെ മെറ്റീരിയൽസ് ആണ്, ഫുള്ള് കോട്ടൺ മെറ്റീരിയൽസ് ആണ് അവിടെ ഉള്ളത്. ചേച്ചി ഒരു ടോപ്പ് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽ നോക്കണേ. വെറും കോട്ടൺ മാത്രമേ ഉള്ളൂ, സിൽക്ക് മൊഡാൾ സിൽക്ക് അതൊന്നുമില്ല അവിടെ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് റേറ്റ്. ഇതിൽ പല പ്രിന്റും ഉണ്ട്. ഇതൊക്കെ വേറെ പ്രിന്റാണ്. This print is nice and this print is also nice. എനിക്ക് റൗണ്ട് ഇഷ്ടപ്പെട്ടു, ലാസ്റ്റ് പ്രിന്റ്. These two are nice. These two prints. അയ്യോ, എന്റെ ന്യൂസ് ചാനലിൽ കണ്ടിട്ടുണ്ട്. കളക്കടത്ത് കേസിലോ? അല്ല, നമ്മുടെ ചാനൽ തന്നെ അവര് കണ്ടതായിരുന്നു. ന്യൂസ് ചാനലാണ് വിചാരിച്ചിട്ടുണ്ടാവും. ഇപ്പൊ നമ്മള് ഇൻഡിഗോ പ്രിന്റ് എടുക്കാൻ പോവാണ്. ഞാൻ എടുക്കണില്ല, കാരണം ഈ മാസം എൻ്റെ ATMന്റെ കനം ഞാൻ കുറച്ചിട്ടുണ്ട്, കുറച്ച് മുന്നേ തന്നെ. അപ്പോൾ നമ്മൾ ഈ ഇൻഡിഗോ പ്രിന്റ് എടുക്കാൻ പോവാം. ഇതും എടുത്തോ, ഇതും എടുക്കാൻ പോവാം. ഈ രണ്ട് ഇത് നമ്മുടെ വിദ്യ. ഹായ്, ഇത് വിദ്യയുടെ മോള്. ലക്ഷിത. ഇതാണ് വിദ്യ. അത് ചേച്ചിയുടെ കൊളീഗാണ്. സൺഡേ ആയിട്ടാ തോന്നുന്നുണ്ട്. ഭയങ്കര റഷാണ് അവിടെ, കണ്ടോ? ഭയങ്കര റഷാണ്. എനിക്ക് റഷൊക്കെ വന്നാൽ ഇപ്പോൾ മൈഗ്രെയിൻ ട്രിഗർ ചെയ്യും. പക്ഷെ എന്നാലും
നമ്മൾ നോക്കാം. നമ്മളെ ചാനലിന് വേണ്ടിയിട്ട്, നമ്മൾ വ്ളോഗിന് വേണ്ടിയിട്ട് നമ്മൾ നടക്കുകയാണ്. നമുക്ക് നോക്കാം ഇനി ബാക്കി എന്താ കാണുക. ഫുള്ള് മെറ്റീരിയൽസിൻ്റെ ഒരു റോഡാണ്. ഫുള്ള് മെറ്റീരിയൽസ്. 500. അത് കുറച്ച് വരും. നമ്മൾ ചിക്കൻ കറി ടോപ്സിൻ്റെ അടുത്ത്. അത്ര വേണം ചേച്ചി നീളം? അത്ര നീളം വേണ്ടേ? അത് വർക്കില്ലാത്ത, ഇതാ വർക്കില്ലാത്ത. ഇവിടെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റില് കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പാണത്. അതായത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ കേട്ടോ, ടെക്സസ് മാർട്ട്. നമുക്ക് അവിടെ കയറി വെക്കാം. ഇതാണ് ടെക്സസ് മാർട്ട്. ചെറിയൊരു മിനി മോൾ കൈൻഡ് ഓഫ് സെറ്റപ്പ്. ഇവിടെ എല്ലാവരും, ചെറിയ കുട്ടികളതും വലിയ ആൾക്കാരതും ഒക്കെ കിട്ടും തോന്നുന്നുണ്ട്. പോയി നോക്കാം. ഇത് ഫുള്ള് ലേഡീസിൻ്റെ സെക്ഷനാണ്. ചേച്ചി അത് കാണിച്ചു കൊടുത്തേ. നമുക്ക് ഡെയിലി വെയർ യൂസിന് പറ്റിയ ഒരുപാട് ടോപ്സ് ഉണ്ട് ഇവിടെ. ക്വാളിറ്റി വൈസ് പറയുകയാണെങ്കിൽ ഡെയിലി വെയർ വീട്ടിലൊക്കെ ഇടാൻ ഉള്ളൊരു ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ. ഇത് കണ്ടോ, അതിൻ്റെ പുറകെ കണ്ടോ നിങ്ങൾ? ഇത് നമ്മൾ നിൽക്കുന്നത് സെക്കൻഡ് ഫ്ലോറിലാണ്. ഫുൾ ലേഡീസിൻ്റെ. ഇതിൻ്റെ തൊട്ട് താഴത്ത് ഈ ക്രോക്കറി ഐറ്റംസ്, അങ്ങനത്തെ ഹൗസ് ഹോൾഡ് ഐറ്റംസ് ആണ്. ഇതിൻ്റെ മുകളിലാണ് ജെൻസിന്. 250 ഒക്കെ ആട്ടോ റേറ്റ്. അതിൻ്റെ നെക്ക് നോക്ക്. അപ്പോൾ ആരെങ്കിലും കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് വരുന്നുണ്ടെങ്കിൽ ഒരു 1 സ്റ്റോപ്പ് ഡെസ്റ്റിനേഷനായിട്ടൊക്കെ നമുക്ക് ഈ ഷോപ്പ്. ഈ സെക്ഷൻ കുർത്തയാണ്. കുർത്ത അത് നല്ല ഷോപ്പുകളല്ലേ. എടുക്കണ്ടെങ്കിൽ എടുത്തോ. എത്ര റേറ്റ്? 200 ആണ് എഴുതിയിരിക്കുന്നത്. 200 നല്ല എടുക്കണ്ടോ? 3rd ഫ്ലോർ ബോയ്സ് ജെൻസ് സെക്ഷൻ. നമുക്കിവിടെ ടോപ്പ് ഉണ്ടോന്നു. ബോയ്സിന്റെ സെക്ഷനാണ്. അതാ ഞാൻ പറഞ്ഞത്, ഒരു ഇതേ സാധനം ഉണ്ടല്ലോ. 1 ഷോപ്പ് ഡെസ്റ്റിനേഷൻ ആയിട്ടൊക്കെ നമുക്ക് ഒരു ഫാമിലിക്ക് വേണ്ട എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ട്. 3 ഇതൊന്ന് പിന്നെ ഒരു വൈറ്റ് 3 ഷർട്ട് എടുത്തു. ടീഷർട്ട് ഞങ്ങൾക്ക് പോകാൻ ബില്ല് ചെയ്യാം. ഇവിടെ നല്ല സ്വെറ്റ് ഷർട്ട്സും ജാക്കറ്റ്സും ഒക്കെ ഉണ്ട്. ശരിക്കും 44 ഇത് 44 അല്ലല്ലോ. അതൊരു ബ്രാൻഡിനനുസരിച്ച് വ്യത്യാസമാണ്. നമ്മൾ ഈ ജെൻസിൻ്റെ തന്നെ ജാക്കറ്റ്സ്, പുള്ളവർ, അങ്ങനത്തെ ഐറ്റംസ് കിട്ടുന്ന സ്ഥലം. സെക്കൻഡ് ഫ്ലോറ് ഫുൾ ഓഫ് ഷൂസാണ്. ഷൂസിൻ്റെ ഒരു ഏരിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിറങ്ങി. എത്രയായി? 677. 3 ടീഷർട്ടാണ്. ഇവിടെ ഇരുട്ടായി തുടങ്ങി, സന്ധ്യയായി തുടങ്ങി, ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. നമ്മൾ കമ്മൽ വാങ്ങാൻ കയറിയതാണ്. വെറൈറ്റി കമ്മൽ. കൊള്ളൂല എത്ര. കമ്മൽ കടയിൽ കയറി. ഐസ എന്നെ വേണോ എനിക്ക്? ആമാ ചേച്ചിയോട് സെലക്ട് ചെയ്യുന്നുണ്ട്. ഭയങ്കര തിരക്ക്, എല്ലായിടത്തും തിരക്ക്. അപ്പം ഞങ്ങൾ പുറത്തേക്ക് വന്നു. ഞാൻ പറയണത് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇവിടെ അത്ര റഷും ക്രൗഡുമാണ്. ഏകദേശം നമ്മുടെ ഷോപ്പിംഗ് കഴിയാറായി. ഇതോടെ തീർന്ന് ഇവിടെ അപ്പോൾ നമ്മുടെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ MG റോഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്.
നൈറ്റ് ലൈഫിനൊക്കെ ബെസ്റ്റ് ഒരു സ്പോട്ടാണ് MG റോഡ്. ജസ്റ്റ് ഇവിടെ നിന്ന് നടന്നിട്ട് വരാം. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ എന്ന് സൺഡേയും കൂടെ ആയിട്ട് ഭയങ്കര റഷായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നു. നമുക്ക് മിനിസോയിൽ കയറിയല്ലോ. എവിടെ? അങ്ങോട്ട് നമ്മൾ ഈ വഴിയാണല്ലോ ഇങ്ങോട്ട്. ബാംഗ്ലൂർ ഹബ്ബ്. ബാംഗ്ലൂർ ഹബ്ബ. നമുക്ക് മിനിസോയിൽ പോവാം. ഹബ്ബ മീൻസ് ഫെസ്റ്റിവൽ. ബാംഗ്ലൂർ ഫെസ്റ്റിവൽ. ആ ഹൈലൈറ്റഡ് ഫെസ്റ്റിവൽ. ഇത് മിനിസോന്റെ മുകളിൽ തിരക്കില്ല. അപ്പം കാൻഡിൽസ്. ഇവിടെ നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. നല്ല പെർഫ്യൂംസ് ഉണ്ട്. ഇതുണ്ടോ അതേപോലെ ക്യൂട്ട് സാധനങ്ങൾ കിട്ടും. എന്നാണ് ഉദ്ദേശിച്ചത്? അയ്യോ അല്ല, ഇത് അതേപോലത്തെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ. നമ്മളെ സ്ലീപ്പ് മാസ്ക് ഉണ്ട്. ഇതെന്താ മിനി ഫാനോ? കണ്ടോ മിനി ഫാന്. അപ്പോൾ നമ്മൾ ഈ നടക്കുന്ന സ്ട്രീറ്റിൽ തന്നെ എൻ്റർടൈനിങ് പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് പേര് അത് ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം നിന്നു ഇവിടെ. Alright, when I say unboxing Bengaluru, you guys have to say Habba. Ready? Unboxing Bengaluru. Unboxing Bengaluru. Unboxing Bengaluru. Fantastic. That's the energy of Church Street, Bengaluru. ഷോപ്പിംഗ് ഒന്നും കഴിഞ്ഞു. ഈ മെട്രോയിൽ കയറാൻ പോവാണ്. അപ്പോൾ മെട്രോയിൽ അടുത്ത് ചായ പോയിന്റിൽ നമ്മൾ ചായക്ക് വെയിറ്റ് ചെയ്യാണ്. ചായയും 3 ചായയും ഒരു ക്രോസോ ഒരു ബനാന കേക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ MG റോഡ് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ. ബൈ.